Chandrayan 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ തൊട്ടു. മറ്റൊരു രാജ്യത്തിനും സാധിക്കാത്ത കാര്യം. അതൊരു ചെറിയ കാര്യമല്ല. സൂപ്പർ പവേഴ്സ് എന്ന് നാം വിളിക്കുന്ന രാജ്യങ്ങൾക്ക് പോലും കഴിയാത്തത് ഇന്ത്യക്ക് സാധിച്ചു. നല്ലത് തന്നെ. റഷ്യയുടെ ലൂണാർ മിഷൻ പരാജയപ്പെട്ടിടത്താണ് ഇന്ത്യക്ക് ഇത് സാധിച്ചത്. റഷ്യ നമ്മളെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചു. അത് അവരുടെ ഹൃദയവിശാലത. പക്ഷേ പാശ്ചാത്യർ എന്ന് നാം പറയുന്ന വെസ്റ്റിന് എന്തു പറ്റി? അപ്പോൾ മുതൽ അസൂയയുടെയും കുശുമ്പിൻ്റെയും കുരു പൊട്ടി ഒലിക്കാൻ തുടങ്ങിയതാണ് ഇക്കൂട്ടർക്ക്. ഒരു കൊളോണൈസർക്ക് സാധിക്കാത്തത് ഒരു കോളനിക്ക് സാധിച്ചത് കൊണ്ടാണോ ഈ അസൂയ? അങ്ങനെ തന്നെ വേണം കരുതാൻ. ബ്രിട്ടൻ ഒരിക്കലും ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല. ആ നിരാശയും സങ്കടവും എല്ലാം അങ്ങനെ കുമിഞ്ഞുകൂടി ഇപ്പോഴിതാ പലരുടെയും വായ്മൊഴിയായി അത് പുറത്തു വരുന്നു. പാട്രിക് ക്രിസ്റ്റിസ് എന്നാണ് ഇയാളുടെ പേര്. നോക്കൂ ഈ ബ്രിട്ടീഷ് ആങ്കറിന് പറയാനുള്ളത് എന്താണ് എന്ന്. India on landing on the dark side of the moon. I would also like to now invite India to return the £2.3 billion foreign aid money that we sent them between 2016 and 2021. We're also set to give them £57 million next year. But I think the British taxpayer should keep hold of that, don't you? We should not be giving money to countries with a space programme. As a rule, if you can afford to fire a rocket at the dark side of the moon, you shouldn't be coming to us with your hand out. ഇന്ത്യ ചന്ദ്രൻ്റെ ഡാർക്ക് സൈഡിൽ ഇറങ്ങിയതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കൂടാതെ ഇന്ത്യ 2016 മുതൽ 2021 വരെ ബ്രിട്ടനിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള ഫോറിൻ എയ്ഡ് ഉടൻ തന്നെ മടക്കിത്തരണം. അയാൾ മതിയാക്കുന്നില്ല. ബഹിരാകാശ പദ്ധതികളുള്ള രാജ്യങ്ങൾക്ക് നാം ഒരിക്കലും ഫണ്ട് ചെയ്യേണ്ടതില്ല. ഒരു നിയമം പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഇരുണ്ട വശത്തേക്ക് റോക്കറ്റ് അയക്കാൻ കെൽപ്പുള്ളവർ ഞങ്ങളുടെ അടുത്തേക്ക് കൈ നീട്ടി വരേണ്ടതില്ല. എന്താണ് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ പിച്ച എടുക്കേണ്ടതില്ല എന്നല്ലേ? ഇയാൾക്കറിയാമോ എന്നറിയില്ല. നമ്മളുടെ പ്രസിഡൻ്റായിരുന്ന അന്തരിച്ച പ്രണബ് കുമാർ മുഖർജി, അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ 2011 തന്നെ നമ്മൾ ബ്രിട്ടനിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും വേണ്ട എന്ന് പറഞ്ഞിരുന്നതാണ്. എന്നിട്ടും UK ചില ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന രീതിയിൽ ഇന്ത്യയിലേക്ക് പണം തന്നുകൊണ്ടിരുന്നു. അതും ഇന്ത്യ ഗവൺമെൻറ്റിനായിരുന്നില്ല. ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് പറയുന്നതനുസരിച്ചാണെങ്കിൽ ബ്രിട്ടൻ്റെ ഈ പണത്തിന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ചലനം പ്രാക്ടിക്കലി നത്തിങ് ആണെന്നാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എന്നിട്ടാണ് ഈ സാഹിബിൻ്റെ ഗീർവാണം. തീർന്നില്ല. ഈ സാഹിബിൻ്റെ രോദനം ബാക്കി കൂടി കേൾക്കും. India reportedly has 229 million people living in poverty. According to the UN, it's the highest number anywhere in the world. It's also the 5th largest economy in the world with an annual GDP of around $3.75 trillion. Why are we paying to help poverty-stricken Indians when their own government won't bother? ഇന്ത്യയിൽ 29 മില്യൺ ആൾക്കാരാണ് ദാരിദ്ര്യത്തിൽ കഴിയുന്നത്. UN പറയുന്നതനുസരിച്ചാണെങ്കിൽ ലോകത്ത് ഏതൊരു രാജ്യത്തുള്ളതിനേക്കാൾ കൂടുതൽ. മാത്രമല്ല ഇന്ത്യ $3.75 ട്രില്യൺ GDP ഉള്ള ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. അവരുടെ സ്വന്തം ഗവൺമെൻറ്റിനെ പോലും അവരുടെ ദാരിദ്ര്യം അലട്ടുന്നില്ല. പിന്നെ എന്തിനാ അവരെ നമ്മൾ ഫണ്ട് ചെയ്യണം? അതാണ് അയാൾ പറഞ്ഞത്. ശരിയാണ്. ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറി. അതാണ് സത്യം. അത് മാത്രമേ സത്യമുള്ളൂ. അത് തന്നെയാണ് കാര്യവും. ഇന്ത്യ ബ്രിട്ടനെ പിന്തള്ളിയാണ് ഇപ്പോൾ ഈ സ്ഥാനത്തേക്ക് വന്നത്. വെറുതെ ആണോ സാഹിബിന് കുരുപൊട്ടുന്നത്? ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതൊന്നുമല്ല. നിങ്ങൾ ഓർക്കുന്നില്ലേ 2014 ഇന്ത്യയുടെ ചൊവ്വ പര്യവേക്ഷണ പദ്ധതിയായ മംഗൾയാൻ ആരംഭിച്ചപ്പോൾ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ഈ കാർട്ടൂൺ? 2 പേരിരുന്ന് ഇന്ത്യയുടെ ചൊവ്വ മിഷനെ കുറിച്ചുള്ള വാർത്ത വായിക്കുന്ന എലീറ്റ് സ്പേസ് ക്ലബ് എന്ന് പേരിട്ടിട്ടുള്ള ഒരു മുറിയുടെ പുറത്ത് ചെന്ന് ഇന്ത്യക്കാരനായ ഒരു കർഷകനും പശുവും മുറിയിൽ മുട്ടി വിളിക്കുന്ന ചിത്രം. സാഹിബിൻ്റെ ഒളിച്ചു വെച്ചിരുന്ന റേസിസ്റ്റ് മനോഭാവം പുറത്തു ചാടാൻ ഈ ഒരൊറ്റ കാർട്ടൂൺ മതിയായിരുന്നു. കൂടെ ഒരു ആർട്ടിക്കിളും, ഇന്ത്യാസ് ബജറ്റ് മിഷൻ ടു മാർസ് എന്ന തലക്കെട്ടിൽ. ആ ആർട്ടിക്കിൾ പ്രധാനമായും ചർച്ച ചെയ്തത് മംഗൾയാന് ഇന്ത്യക്ക് ചിലവായ ടോട്ടൽ കോസ്റ്റിനെ സംബന്ധിച്ചായിരുന്നു. $74 മില്യൺ എന്ന ചെറിയ തുകയായിരുന്നു നമുക്കന്ന് ചിലവായത്. വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ന്യൂയോർക്ക് ടൈംസ് മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞാലും ഇല്ലെങ്കിലും സാഹിബിൻ്റെ മനോഭാവത്തിൽ മാറ്റം വരണം എന്നില്ലല്ലോ. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ ഒരു യൂറോപ്യൻ മാധ്യമപ്രവർത്തക നമ്മുടെ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കറോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വഴി ഇന്ത്യ യുദ്ധത്തിന് ഫണ്ട് ചെയ്യുകയല്ലേ എന്ന്. കുറിക്കൊള്ളുന്ന മറുപടിയാണ് അന്ന് ശ്രീ ജയശങ്കർ കൊടുത്തത്. റഷ്യൻ ഗ്യാസ് യൂറോപ്പ് വാങ്ങുന്നത് ഫണ്ടിങ് അല്ലേ? അതോ ഇന്ത്യൻ മണിയും ഇന്ത്യയിലേക്ക് വരുന്ന ഓയിലും മാത്രമേ യുദ്ധത്തെ ഫണ്ട് ചെയ്യുന്നുള്ളൂ? യൂറോപ്പിലേക്ക് പോകുന്ന ഗ്യാസ് ഫണ്ട് ചെയ്യുന്നില്ലേ? ഇവിടെയും യൂറോപ്യൻ മാധ്യമങ്ങളുടെ ഇരട്ടത്തപ്പാണ് കാണുവാൻ കഴിയുക. റഷ്യയുടെ ഗ്യാസ് ഇല്ല എങ്കിൽ യൂറോപ്പിൻ്റെ ഗ്യാസ് പോയി എന്നാണ് അർത്ഥം.
എല്ലാവരും റഷ്യയിൽ നിന്നും ഗ്യാസ് വാങ്ങുന്നുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യയെ മാത്രം കുറ്റപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചവർക്ക് ജയശങ്കർ അന്ന് മുഖമടച്ചാണ് ആ മറുപടി കൊടുത്തത്. ഇപ്പോഴിതാ ചന്ദ്രയാൻ്റെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഒരു ബിഗ് ബജറ്റ് ഹോളിവുഡ് ചിത്രത്തിൻ്റെ ബജറ്റിൽ താഴെ നമ്മൾ നടത്തിയ ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്തപ്പോൾ എങ്ങനെ സഹിക്കും കൂട്ടർ. ഇൻ്റർസ്റ്റെല്ലാർ എന്ന ക്രിസ്റ്റഫർ നോളൻ ചിത്രത്തിൻ്റെ പ്രമേയം തന്നെ സ്പേസിനെ കുറിച്ചാണ്. ആ ചിത്രത്തിൻ്റെ ടോട്ടൽ കോസ്റ്റ് $165 മില്യൺ ആണ്. അതായത് 1365 കോടി ഇന്ത്യൻ രൂപ. നമ്മുടെ ചന്ദ്രയാൻ 3ൻ്റെ കോസ്റ്റ് 615 കോടി രൂപ. എന്തിന്? ആദിപുരുഷ് എന്ന പേരിൽ ഈയിടെ ഇറങ്ങിയ ഇന്ത്യൻ സിനിമയ്ക്ക് മൊത്തം ബജറ്റ് ചന്ദ്രയാൻ 3നേക്കാൾ കൂടുതലായിരുന്നു. വെസ്റ്റേൺ മീഡിയ ഒന്നും ഇന്ത്യ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ കാര്യം പറഞ്ഞില്ല. കുറ്റം പറയരുതല്ലോ. ന്യൂയോർക്ക് ടൈംസ് അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും നമ്മളെക്കുറിച്ച് പുകഴ്ത്തി പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷേ അംഗീകരിക്കാമല്ലേ? ഇവർ ഇങ്ങനെയെല്ലാം പറയുമെന്ന് അറിഞ്ഞിട്ടാണോ എന്തോ നമ്മുടെ ഡോക്ടർ ശശി തരൂർ MP ഇതിനുള്ള ഉത്തരം മുൻപേ തന്നെ കൊടുത്തിട്ടുണ്ട്. India's share of the world economy when Britain arrived on its shores was 23%. By the time the British left, it was down to below 4%. Why? Simply because India had been governed for the benefit of Britain. Britain's rise for 200 years was financed by its depredations in India. In fact, Britain's industrial revolution was actually premised upon the deindustrialization of India. ഒരു ഓക്സ്ഫോർഡ് യൂണിയൻ ഡിബേറ്റിൽ അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടൻ ഇന്ത്യയെ കോളനൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയുടെ വേൾഡ് എക്കോണമി ഷെയർ അന്ന് 23% എന്നാണ്. അവസാനം അവർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ നമ്മുടെ ഷെയർ 4% താഴെ. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ലൂട്ട് ചെയ്യുകയായിരുന്നു. ഇന്ത്യയുടെ റിസോഴ്സസ് മുഴുവൻ അവർ കടത്തി അവരുടെ ഇൻഡസ്ട്രിയലൈസേഷൻ പരിപോഷിപ്പിക്കുകയായിരുന്നു. പ്രോഫിറ്റ് മുഴുവൻ ബ്രിട്ടീഷുകാർ എടുക്കുകയായിരുന്നു. Meanwhile, colonialists like Robert Clive bought their rotten boroughs in England on the proceeds of their loot in India, while taking the Hindi word loot into their dictionaries as well as their habits. While staying with India, between 15 and 29 million Indians died of starvation in British-induced famines. The most famous example, of course, was the Great Bengal Famine during the Second World War, when 4 million people died because Winston Churchill deliberately, as a matter of written minuted policy, proceeded to divert essential supplies from civilians in Bengal to sturdy Tommies and Europeans as reserve stockpiles. He said that the starvation of anyway underfed Bengalis mattered much less than that of sturdy Greeks. This is Churchill's actual quote. And when conscience-stricken British officials wrote to him, pointing out that people were dying because of this decision, he peevishly wrote in the margins of the file, "Why hasn't Gandhi died yet?" വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ കാലത്ത് 1943 യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുവാൻ ഇന്ത്യയുടെ ഫുഡ് ഷിപ്മെൻറ്റ്സ് വഴിമാറ്റി വിട്ടു. നിങ്ങൾ ഓർക്കുന്നില്ലേ ബംഗാൾ ഫാമിലി? 3 മില്യൺ ആൾക്കാരാണ് അന്ന് പട്ടിണി കിടന്നതും പട്ടിണി കൊണ്ട് മരിച്ചു വീണതും. ഇന്ത്യയിലെ ഏതൊരു സംഭവവും അത് പെരുപ്പിച്ചു കാണിക്കുവാനും ഇന്ത്യയെ ഡീഗ്രേഡ് ചെയ്യുവാനും വെസ്റ്റേൺ മാധ്യമങ്ങൾക്ക് വലിയ ശുഷ്കാന്തിയാണ്. കർണാടകയിലുണ്ടായ ഹിജാബ് വിഷയം ഇന്ത്യ മുഴുവൻ ഹിജാബ് നിരോധിച്ചിരിക്കുകയാണ് എന്ന മട്ടിലാണ് ഈ വാർത്താ ചാനൽ ജർമ്മനിയിലെ DW എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. എവിടെയാണ് അങ്ങനെ ഒരു നിരോധനം? ഇന്ന് ഇതേ ചാനൽ DW ചാനൽ ഇന്ത്യയുടെ ചന്ദ്രയാൻ മിഷനെ അഭിനന്ദിക്കുന്നു. ദ സ്പീഗൽ എന്ന മാധ്യമം ഒരു കാർട്ടൂൺ വരച്ചു. ഇന്ത്യൻ റെയിൽവേ ഓവർ ക്രൗഡഡ് ആണ്, ആൾക്കാർ ട്രെയിനിൻ്റെ പുറത്തു വരെ സഞ്ചരിക്കുന്നു എന്ന മട്ടിൽ അവതരിപ്പിച്ച ആ കാർട്ടൂണിനൊപ്പം ചൈനക്കാരൻ ബുള്ളറ്റ് ട്രെയിനിൽ സഞ്ചരിച്ച് നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നുമുണ്ട്. നമ്മളിപ്പോഴും പിന്നോക്കക്കാരാണെന്ന ആ മനോഭാവം അതിൽ തെളിഞ്ഞു കാണാം. അതേ ഡ സ്പീഗൽ ഇപ്പോൾ ചന്ദ്രയാൻ ദൗത്യം വിജയിച്ചപ്പോൾ എഴുതി, "എ കൺട്രി റിജോയ്സസ്. ഇന്ത്യ ഹാസ് മാനേജ് ടു ലാൻഡ് ദ ചന്ദ്രയാൻ മിഷൻ ഓൺ ദ മൂൺ." എപ്പോഴാണോ പിന്നോക്കക്കാരല്ലാത്ത ജർമ്മനി ചന്ദ്രനിൽ ഒന്ന് ലാൻഡ് ചെയ്യുക? നമുക്ക് ഒന്ന് കാണാം. ഇനി നമുക്ക് യഥാർത്ഥ വസ്തുതകളിലേക്ക് വരാം. 2011 തന്നെ നാം എല്ലാ രാജ്യങ്ങളോടും ഇന്ത്യക്ക് എയ്ഡ് വേണ്ട എന്ന് പറഞ്ഞിരുന്നതാണ്. ഇനി ഇപ്പോഴാണെങ്കിൽ ഏതെങ്കിലും NGOസിന്, ഏതെങ്കിലും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് അവർ കാര്യസാധ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ പണം നൽകുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടത്തിനുള്ളവർക്ക്, അവർക്ക് വേണ്ടപ്പെട്ടവർക്ക്. പിന്നെ ചില ബിസിനസ് ഹൗസസിലേക്കും പണം ചെല്ലുന്നുണ്ട്. അതിൻ്റെ ഫലം അവർ എടുക്കുന്നുമുണ്ട്. മാർക്കറ്റ് സൃഷ്ടിക്കുവാനും ഇന്ത്യൻ ബിസിനസ്സും ബ്രിട്ടൻ ബിസിനസ്സും പുഷ്ടിപ്പെടുത്തുവാനും അവർ അത് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല അത് രണ്ട് രാജ്യങ്ങൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ ബ്രിട്ടന് ഇതിൽ നിന്നും ലാഭം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾക്ക് പറയാനുള്ളത്, ഇനി നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ പ്ലീസ് ഇത് നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോളൂ.
ഇന്ത്യ ഗവൺമെൻറ്റിന് ഇതുമായി എന്തു ബന്ധം? പച്ചയ്ക്ക് പറഞ്ഞാൽ ഇന്ത്യ 10 പൈസയുടെ സഹായം ബ്രിട്ടനിൽ നിന്നും സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ അവർ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് എയ്ഡ് അല്ല. മറ്റൊന്ന്, ഇന്ത്യയുടെ പണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. അത് കടലിൽ കളയണോ അതോ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പോകണോ നമ്മളല്ലേ തീരുമാനിക്കുന്നത്. നമ്മളോട് ആജ്ഞാപിക്കാൻ നമ്മൾ ബ്രിട്ടൻ്റെ പഴയ കോളനി അല്ലെന്ന് ആരെങ്കിലും ഒന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ബ്രിട്ടീഷുകാർ പലരും ഇതേ മനോഭാവം സൂക്ഷിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ വാർത്താമാധ്യമങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ വീഡിയോയിൽ ആദ്യം നമ്മൾ പരാമർശിച്ച പാട്രിക് ക്രിസ്റ്റീസ് പറയുന്നത് UK ഇന്ത്യക്ക് തന്നിട്ടുള്ള എല്ലാ എയ്ഡും തിരിച്ചു കൊടുക്കണമെന്നാണ്. അയാളോട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ കോഹിനൂർ രത്നം ആദ്യം തിരിച്ചതാണ്. 2 നൂറ്റാണ്ടോളം ഞങ്ങൾക്കുണ്ടാക്കിയ അപമാനം, 2 നൂറ്റാണ്ടോളം ഞങ്ങളെ അടിച്ചമർത്തി ഭരിച്ചത്, എന്നിട്ട് 2 നൂറ്റാണ്ട് കൊണ്ട് ഇന്ത്യയിൽ നിന്നും ലൂട്ട് ചെയ്തു കൊണ്ടുപോയത്, അതിനെല്ലാം പരിഹാരം ചെയ്യുവാൻ പറ്റുമോ? ഇപ്പോൾ ചില പുതിയ കണക്കുകൾ പറയുന്നത് പ്രകാരം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും $45 ട്രില്യൺ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ഓർക്കുക, $45 ട്രില്യൺ. അതെഴുതുമ്പോൾ ഇതാ ഇങ്ങനെയാണ്. ഇതെങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. നമുക്കറിയേണ്ടത് എപ്പോഴാണ് അവർ അത് തിരിച്ചു തരിക, എപ്പോഴാണ് UK അതിൻ്റെ ഇൻട്രസ്റ്റ് തരിക. ഡോക്ടർ ശശി തരൂർ ബ്രിട്ടീഷ് എയ്ഡിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അത് ഇന്ത്യയുടെ GDPയുടെ 0.4% മാത്രമാണ്. അത് ഇന്ത്യ ഗവൺമെൻറ് ഫെർട്ടിലൈസർ സബ്സിഡിക്ക് കൊടുക്കുന്ന തുകയേക്കാൾ താഴെയാണ് എന്നാണ്. ഇനി നിങ്ങൾ പറയുന്ന പോവർട്ടി അതെങ്ങനെ ഉണ്ടായി എന്ന് കൂടി പറയാം. ഉത്തരം ഡോക്ടർ ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2 നൂറ്റാണ്ട് ഇന്ത്യയെ അടിച്ചമർത്തി ഭരിച്ചു മുടിച്ചതിൻ്റെ വാക്യപത്രമായിരുന്നു അത്. 23% GDP ഉണ്ടായിരുന്ന ഒരു രാജ്യത്തിൻ്റെ GDP 4% താഴെ എത്തിച്ചില്ലേ നിങ്ങൾ? ഇന്ന് ഇന്ത്യ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്ത് ചന്ദ്രനിലെത്തി. പഴയ കോളനൈസർക്ക് എങ്ങും എത്താനായില്ല. ഇന്ത്യ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി. അതുകൊണ്ട് സായിപ്പേ, ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.